സീത ഇന്ന് ഒളിച്ചോടും ആവോ? രാമ 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 അടുത്ത എപ്പിസോഡിലാക്കണേ രാമ 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 രാമ. അമ്മ എന്നുള്ള രണ്ടക്ഷരങ്ങളിൽ നിനക്ക് വിൽക്കാതെ വിളിച്ചോണ്ടടാ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. ഞാൻ മനഃപൂർവ്വം വിൽക്കുന്നതല്ല. എപ്പ നോക്കിയാലും ടി വി ഇവിടെ വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ലേ? എല്ലാ ആഴ്ച ഇങ്ങോട്ട് കെട്ടിയെടുക്കണ എന്തിനാ? ലോകത്ത് ഇങ്ങനത്തെ ഒരു അമ്മ ഒന്നുണ്ടാവുള്ളൂ. സാധാരണ അമ്മമാരും മക്കളെന്താ വരാത്തെന്ന് ചോദിക്കും. ഇത് വരുമ്പോഴേക്കും എന്തിനാ വന്നേന്ന്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നപ്പോഴേക്കും എല്ലാ മാസം എന്റെ കയ്യിൽ കാശ് മേടിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ച് കയ്യിലുള്ളത് തീർന്നു പോയി എന്ന് പറഞ്ഞു. ഈ മാസം മാസ്റ്റായിട്ട് വേണ്ടി വരും. ഒന്നുമില്ലേ അമ്മ? കഞ്ഞിയല്ലേ ഇവിടെ? അച്ഛൻ പുറത്തു പോയടാ. അതല്ല കുടിക്കണ കഞ്ഞി. ഇവനൊക്കെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തൂടെ? ഇന്നെങ്ങാനും സീത ഒളിച്ചോടിയ ഇവനെ ഞാൻ തല്ലിക്കൊല്ലും. അച്ഛനൊന്നും ലേറ്റ് നൈറ്റ് ആണോ? താഴത്ത് പുതുതായിട്ട് തുടങ്ങിയ റിസോർട്ടിലെ ഇപ്പൊ ഏതു നേരം അവിടെ വന്നും പോകുന്ന സായിപ്പുമാർക്കും മദമാർക്കും കഞ്ചാവും കറുപ്പും സപ്ലൈ ഇപ്പൊ പുതിയ പണി. I have a new generation father. Full time കഞ്ചാവ്. അമ്മ കുറച്ച് ഫ്രീക്ക് ആവാൻ നോക്കുന്നു. ഒന്ന് വെച്ച് തന്നാലുണ്ടല്ലോ അവന്റെ ഒരു. അമ്മേ കഞ്ചാവാണെങ്കിലും അച്ഛനൊരു ജീനിയസാ. LLB പാസ്സായിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാതെ വില്ലേജ് ഓഫീസർ അതിന്റെ ഗുണം ഉണ്ടായത് ഈ കയ്യേറ്റക്കാർക്കാ. അച്ഛൻ ഒപ്പിച്ചു കൊടുത്ത വ്യാജപ്പട്ടയം വെച്ച് എത്ര ആച്ചായമാരാ 100 കണക്കിന് ഏക്കർ ഭൂമി സ്വന്താക്കിയത്. ഗ്രേറ്റ് ഫാദർ. മമ്മൂട്ടിയുടെ സിനിമയ്ക്കാ പേരുള്ള. നിന്റെ അച്ഛന് ചേരത്തില്ല. പിന്നെ ആ ഫ്രോഡ് ഉണ്ടല്ലോ നിന്റെ അളിയൻ പോലീസ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. വരുമ്പോഴൊക്കെ അമ്മായിയപ്പന് കള്ളും കഞ്ചാവ് കൊടുക്കണമുണ്ട്. തലയ്ക്ക് വെളിവില്ലാതെ ഏത് നേരത്താണാവോ അങ്ങേര് ഈ വീടും പറമ്പും നിന്റെ പെങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പോണത്. എഴുതി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കട്ടമ്മേ. എനിക്കെന്താ ഈ വീടും പറമ്പൊക്കെ? എന്നാ നീ പോയി സന്യസിക്കടാ. മിക്കവാറും അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ഓ എന്റെ പെങ്ങളെ സമ്മതിക്കണം. പിന്നെ ഒരു ഗ്രനേഡിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 10 വർഷമായി. നിന്റെ പെങ്ങളെ വെച്ച് നോക്കുമ്പോഴേ അവൻ മാലാഗ്യ. മാലാകൻ. പശുവിനെ കറന്നാവോ? രാത്രിയിലോ? കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടാ. കുറച്ചേരായി. അച്ഛൻ വലുത് കഴിച്ചോ? ബെസ്റ്റ് ചോദ്യം. അത് നിക്കണ പരുവം കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഉള്ള കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് രാത്രിയിൽ ഒരു വൃത്തികെട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് നിക്കണ കണ്ടില്ലേ? പൂര ഫിറ്റാടാ. ഈ ലഹരി എന്ന് പറഞ്ഞ അതൊരു ട്രിപ്പിങ്ങടാ, ഒരു ഫ്ലൈറ്റ്. നീതാ നമ്മുടെ ചന്ദ്രനെ കണ്ടോ? എനിക്കിപ്പോ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പറന്ന് അവിടെ വരെ പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ ആംസ്ട്രോങ്ങിനെ പോലെ ഇങ്ങനെ കാല് കുത്താം. കാലുറക്കോ? ഈ ചോദ്യം ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ കാലുറച്ചോ ഇതുവരെ, ഈ നിമിഷം വരെ? ജീവിതകാലം മുഴുവൻ ജൂനിയർ എന്ന് പറഞ്ഞ അടിമ, ബാല്യക്കാരൻ. നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ? നീ നിർത്തടി. ജീവിതത്തിൽ ഒരവസരം എല്ലാവർക്കും കിട്ടും രക്ഷപ്പെടാൻ. ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും. അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. നിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ മാറി വന്നു. നീ അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചു. വൈ? അപകർഷതാബോധം, ആത്മവിശ്വാസം ഇല്ലായ്മ. Pity on you, my son. ഓ, പറയുന്ന ആൾ അവസരം മുതലാക്കിയ മഹാപുരുഷൻ. കറുപ്പ് നിന്നോണ്ട് നടക്കും. കറുപ്പിനെന്താടി കുഴപ്പം? ഒരു കുഴപ്പമില്ല. കറുപ്പില്ലെങ്കിൽ വെളുപ്പുണ്ടോ? കറുപ്പും വെളുപ്പും കൂടെ ചേർന്നതാടി സത്യം. അതിനാ വാല്യൂ. നിങ്ങളൊന്ന് വന്ന് കിടക്കുന്നുണ്ടോ മനുഷ്യ? ഓ, അവള് കിടക്കാനുള്ള മൂഡിലല്ലേ? നല്ല മഞ്ഞും നിലാവും തണുപ്പുള്ള രാത്രി, നല്ല ലഹരി. എടാ, എല്ലാം വെറും മായ. റിയാലിറ്റി ഭീകരമല്ലടാ. ഇതിന്റെ കൂടെ അല്ലേ പോയി കിടക്കേണ്ടത്.
Pity me, my son. എന്തൊക്കെ തോന്നിയ സാണോ ഈ മനുഷ്യൻ വിളിച്ച് പറയണത്? അമ്മ ഒന്ന് കേറി പോയേ. ആ ചെല്ല് ഓടി പോയി കിടന്ന് ഉറങ്ങി പോ. ഉണർന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. അച്ഛനും പോയി കിടക്ക്. ഇവനെന്തോ അല്ല നീ ഇവിടെ തനിച്ച് നിന്നിട്ട് എന്തോ ചെയ്യാൻ പോകുന്നു? അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ വല്ല അവസരവും രാത്രി വന്ന് കേറിയാലോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. സർക്കാസം പിടിക്കാൻ പറയണമായിരിക്കും. മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ വേറെ ആരുടെങ്കിലും കൂടെ കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ പൊക്കൂടെ ചെറുക്കനപ്പുറത്ത് നിൽക്കണ്ടല്ലേ ഞാൻ പറഞ്ഞു.